ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ വഅദിന്റെ മജ്ലിസിലേക്ക് കടന്നു വരുമ്പോൾ ഈ മജ്ലിസിന്റെ മഹത്വം നമ്മളിൽ പലർക്കും തിരിയുന്നില്ല. അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകനാണ് പഠിപ്പിച്ചു തന്നത്. പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ 10 ദിവസമുണ്ടല്ലോ, അതിലെ ഓരോ നിമിഷവും പാപമോചനമാണ്, അതിലെ ഓരോ സെക്കൻഡും പാപമോചനമാണ്. 14,400 മിനിറ്റുകളിൽ 1 മിനിറ്റ് മതി സഹോദരാ നിന്റെ പാപമൊന്ന് കഴുകിക്കളയാൻ. പടച്ചവനെ, നടുറോഡിൽ ഇരുന്നു കൊണ്ട് വെയിലത്തിരുന്ന് ദുആ ചെയ്യാ പറഞ്ഞില്ല. AC റൂമിനകത്ത് മുസല്ല വിരിച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഏറ്റുപറയാറ്. പടച്ചവനെ, പാപം ചെയ്യാത്ത ആരുമില്ലല്ലോ, നമ്മളെല്ലാവരും പാപം ചെയ്യുന്നവരാണ്. നബി തങ്ങൾ പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും പാപം ചെയ്യുന്നവരാ, ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. പാപം ചെയ്യാത്ത ഒരാളുമില്ലടോ, പാപം ചെയ്യാത്ത ഒരാളുമില്ലടോ. എങ്കിലും പാപം ചെയ്യുന്നവനിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? ആ ചെയ്തു പോയ പാപം ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് ഏറ്റു പറയുന്നവനാണ്. പടച്ചവനെ, ഒരു പേടിയും വേണ്ട. അല്ലാഹുവേ, പാപത്തിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് വലിയ പാപമാണ്. അത് സാധാരണ ഒരു പാപമല്ല. തെറ്റ് ചെയ്തിട്ട് ആ പാപത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്തിനാ? ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തവരാണ്. ആ പാപം എന്തുകൊണ്ടാണ് റബ്ബിനോട് ഏറ്റുപറയാത്തത്? എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹ് തന്നെ പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന أسرفوا على أنفسهم لا تقنطوا من رحمة الله. അല്ലാഹ് തന്നെ പറയുകയാ, നബിയെ പറഞ്ഞു കൊടുക്ക് നബിയെ, അവരെത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും, കള്ള് കുടിച്ചവനാണോ, വ്യഭിചരിച്ചവനാണോ, പലിശ തിന്നവനാണോ, നിസ്കരിക്കാത്തവനാണോ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എന്നോടൊന്ന് പറയാ നബിയേ, എന്നെക്കാലം പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ലല്ലോ. ഞാൻ ഗഫൂറല്ലേ നബിയേ, ഞാൻ റഹീമല്ലേ നബിയേ. വഅദ കേൾക്കാമെന്ന പെങ്ങള് 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. 100 കൊല ചെയ്തവന് അല്ലാഹു പുറത്തു കൊടുത്തവനാണ്. പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ. ശിർക്ക് ചെയ്തവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ മുമ്പിൽ ധൈര്യമായിട്ട് പറഞ്ഞോ. നീ ചോദിക്കും, ഉസ്താദേ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്താൽ, പെങ്ങളെ എവിടെ ഇരുന്ന് ദുആ ചെയ്താലും ആമീൻ പറയാൻ ആളില്ലെന്ന് നീ പ്രയാസപ്പെടണ്ട, ആമീൻ പറയാൻ ആളില്ലെന്ന് നീ സങ്കടപ്പെടണ്ട. ആരാ ആമീൻ പറയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, വിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ സാധാരണ മലക്കുകളല്ല. അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്തിരുന്ന മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു, ഇനി 30 ദിവസം നിങ്ങൾക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ. ഇനി 30 ദിവസം നിങ്ങൾ എന്നെ വാഴ്ത്തണ്ട, എന്നെ പുകഴ്ത്തണ്ട, നിങ്ങൾക്ക് ഇനി ഒരേ ഒരു ജോലിയേ ഉള്ളൂ. ഇനി റമദാനിന്റെ 30 ദിവസം അല്ലാഹുവിന്റെ മലക്കുകളുടെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അടിമകൾ ദുആ ചെയ്താ മലക്കുകളെ നിങ്ങൾ ആമീൻ പറയണേ. ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് കൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ കോടാനുകോടി വരുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ നമുക്ക് വേണ്ടി ആമീൻ പറയുകയാണ്. നമ്മുടെ ദുആ സ്വീകരിക്കാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, അല്ലാഹു നമ്മളോട് കരുണ കാണിക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് ആമീൻ പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെ ഇരുന്ന് കൊണ്ട് റമദാനിന്റെ രണ്ടാമത്തെ മഗ്ഫിറത്തിന്റെ 10 വിട പറയാറ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ
സമയത്ത് ഇവിടെ ഇരുന്നിട്ട് നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ ജീവിതത്തിൽ വന്ന പോരായ്മകൾ നിനക്കൊന്ന് ഏറ്റുപറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാനും നിങ്ങളും അങ്ങനെ ഇരുന്ന് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുകയാ. ആ മലക്കുകൾ അല്ലാഹുവോട് പറയുന്നു, സിറാജിന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. ഞാൻ ഇന്ന് ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ഇന്ന് തൗബ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് പറയുന്നു, നാഥാ സിറാജിന്റെ പാപം പുറത്തു കൊടുക്കണേ തമ്പുരാന്, സിറാജിനോട് കരുണ കാണിക്കണേ തമ്പുരാന്. ആ മലക്കുകൾ അല്ലാഹുവോട് പറയുന്നു, നാഥാ സിറാജിന് സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അതുമാത്രമല്ല, മലക്കുകൾ പടച്ചവനോട് പറയുന്നത് എന്തെന്നറിയുമോ? വമന സ്വലക മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് പറയുന്ന തമ്പുരാനെ, ആ പെണ്ണിന് മാത്രം സ്വർഗം കൊടുത്താ പോരാ, ആ ചെറുപ്പക്കാരന് മാത്രം സ്വർഗം കൊടുത്താ പോരാ. വമന സലഹ മിൻ ആബാഇഹിം, ഇവന് ജന്മം കൊടുത്ത ഒരു പിതാവുണ്ട് തമ്പുരാന്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച ഒരു മാതാവ് ഇവനുണ്ട് റബ്ബേ. ഇവന് മാത്രമല്ല സ്വർഗം കൊടുക്കേണ്ടത്, ഇവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാന്, ഇവന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് സ്വർഗം കിട്ടാൻ, നിന്റെ മാതാപിതാക്കൾക്കും സ്വർഗം കൊടുക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. പെണ്ണേ, വമന സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, നീ ഇവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നീ തൗബ ചെയ്താ നിനക്ക് സ്വർഗമുണ്ട്, നിന്റെ ഉപ്പയ്ക്ക് സ്വർഗമുണ്ട്, നിന്റെ ഉമ്മയ്ക്ക് സ്വർഗമുണ്ട്. നിനക്കൊരു ജീവിതം തന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, നിനക്കൊരു ജീവിതം തന്ന നിന്റെ ഭർത്താവ്, പടച്ചവനെ നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ അല്ലാഹുവേ, ആ ഭാര്യമാർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവിടെയും തീരുന്നില്ല. വമന സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അല്ലാഹുവേ, ഇവര് ജന്മം കൊടുത്ത ഇവരുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതുന്നവന്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലമല്ല, സദഖ കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, പിന്നെ ആരുടെ പ്രതിഫലമാണെന്നറിയുമോ? ജീവിതത്തിൽ വന്നുപോയ ഒരു പിഴവ് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് പറയുന്നത്. മലക്കുകൾ പറയുന്നു, അല്ലാ കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ഇവരെ കുടുംബസമേതം നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടത്തി വിടണേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ദുആ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഇതുപോലെ അല്ലാഹു ഒരു അവസരം തന്നിട്ട്, ഇതുപോലെ ഒരു ചാൻസ് തന്നിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിന്റെ ഗൗരവമൊന്ന് മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുമ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ആമീൻ ആമീൻ ആമീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ മിമ്പറിലേക്ക് കയറുമ്പോൾ നബി തങ്ങൾ അവിടെ നിന്ന് ആമീൻ പറയുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ആമീൻ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 3 കാര്യമാണ് ദുആ ചെയ്തത്, 3 കാര്യമാണ് ദുആ ചെയ്തത്. നബി തങ്ങൾ ആമീൻ പറയുകയാ.
നബിതങ്ങൾ ആമീൻ പറയുകയാ. 3 കാര്യമാണ് ജിബ്രീൽ ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആമീൻ പറയുകയാണ്. എവിടെ നിന്നാണെന്നറിയുമോ? എവിടെ നിന്നാണ് ദുആ ചെയ്തത്? ആരാണ് ദുആ ചെയ്തത്? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള മലക്കാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ദുആ ചെയ്യുന്നത്. ആമീൻ പറയുന്നതാരാണ്? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആമീൻ പറയുന്നത്. എവിടെ നിന്നാണ് സഹോദരാ? മസ്ജിദുൻ നബവി എന്ന് പറയുന്ന നബി തങ്ങളുടെ പള്ളി. പടച്ചവനെ, നിസ്കാരത്തിൽ അതാ 50,000 പ്രതിഫലം കിട്ടുന്ന പള്ളി. ആ പള്ളിയിൽ അല്ലാഹുവിന്റെ പള്ളിയുടെ മിമ്പറിൽ പടച്ചവനെ, ആ മിമ്പറിൽ നിന്നുകൊണ്ടാണ് നബി തങ്ങൾ ആമീൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് 101% ഉറപ്പാട്. എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ? പരിശുദ്ധമായ റമളാൻ മാസം കടന്നു ചെന്നിട്ട് ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നില്ല, അവന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല, അവന് നന്നാകാൻ കഴിയുന്നില്ല. പരിശുദ്ധമായ റമളാൻ വന്നിട്ട് ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല, ഒരാളുടെ പാപം പൊറുക്കണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവൻ വല്ലാതെ ഭയപ്പെടണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇൻഷാ അല്ലാഹ് ഇപ്പൊ സമയം 11:30 കഴിഞ്ഞു. സമയം 11:30 കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് 6:30 വരെ സമയമുണ്ട്. 6:30 വരെ സമയമുണ്ട്. ആ 6:30 വരെയുള്ള സമയത്തിന്റെ ഇടയിൽ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കഴുകിയിട്ട് പോണം. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുവരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുവരുമാറാകട്ടെ. അതുകൊണ്ട് ഇതിനേക്കാളും നല്ല ഒരു മജ്‌ലിസിന് 6:30 മുമ്പ് കിട്ടൂല. ഇന്ന് നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു മജ്‌ലിസ് കിട്ടൂല. അൽഹംദുലില്ലാഹ്, എല്ലാവരും നോമ്പുകാര്, പ്രായമുള്ളവരും ഉസ്താദന്മാരും ഹാഫിളീങ്ങളും ആലിമീങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഈ നട്ടുച്ച സമയത്ത് നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹ് ഈ മഖാമിൽ ഇവിടെ ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ വന്ന പാപമൊന്ന് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞാൽ മതി, അള്ളാഹുടെ മുമ്പിൽ പറഞ്ഞാൽ മതി. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. പക്ഷെ പറയുമ്പോൾ വെറുതെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹുടെ മുമ്പിൽ പാപം പുറത്തുതാ, പാപം പുറത്തുതാ, പാപം പുറത്തുതാ എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട രീതിയിൽ പറയണം. ചുമ്മാതെ റബ്ബിനോട് തൗബ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. തൗബയ്ക്ക് ചില നിയമങ്ങളുണ്ട്, ചില ഷർത്തുകളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം. അല്ലാതെ 27-ാം രാവിൻ്റെ അന്ന് കുളിച്ചൊരുങ്ങിയിട്ട് എവിടെ പോവാടാ? തൗബയ്ക്ക് പോവാ. ഇതാ 27-ാം രാവിന് പോയി തൗബ ചെയ്യാൻ പോകുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുമ്പോൾ ഇഖ്ലാസോടുകൂടി പറയണം. തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണമെന്നറിയും. അതിന് 1 മണിക്കൂർ നീണ്ട് നിലവിളിച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. തൗബ ചെയ്യുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ ആ വാക്കായിരിക്കണം. അത് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് കടന്നു വരേണ്ട ഒരു വാക്കായിരിക്കണം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്നതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഒരു സഹാബിയുടെ പേരാ പറഞ്ഞ്, നിങ്ങളിങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കരുത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുകയാണ്. മോനെ അനിയ, നീ പോയി ഇരിക്കടാ, കുറേ നേരം കൊണ്ട് നിൽക്കുന്നു, എനിക്ക് നിന്നെ കാണുമ്പോൾ സങ്കടം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ ഈ ചങ്ങാതി രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കും. എല്ലാത്തിനും ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും. ഉമർ തങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട്. അപ്പൊ ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഉമർ തങ്ങളുടെ എതിരെ നടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ 2 കുപ്പി കള്ളിരിക്കുക. 2 കുപ്പി കള്ളും പിടിച്ചുകൊണ്ട് രാത്രി ഒരു മനുഷ്യൻ ഉമർ തങ്ങളുടെ എതിരെ നടന്നു വരുന്നു. ഉമർ തങ്ങളെ കണ്ടത് ഈ ചങ്ങാതിയുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഉമറാ വരുന്നത്, ഒരു കരുണയും കാണിക്കില്ല. ഖത്താബിന്റെ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ കടന്നു വരുന്ന, ഒരു കരുണയും കാണിക്കില്ല. അദ്ദേഹത്തിന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കള്ളാ കയ്യിലിരിക്കുന്നത്. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? ഉമർ തങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ചങ്ങാതി നല്ല ഒരു മനുഷ്യനാണെന്നാ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. താടിയും തഴമ്പൊക്കെ വെച്ച് നമ്മൾ കോലം വെച്ചിട്ട് വിലയിരുത്താറില്ലേ? അപ്പം നമ്മളിപ്പോൾ കാണുമ്പോൾ ഓരോ ആൾക്കാർ വന്നിട്ട് കൈ പിടിച്ച് മുത്തും. ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ എന്താന്ന്
ഒരാൾക്കാർ വന്നിട്ട് കൈപിടിച്ച് മുത്താൻ വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, പടച്ചവനെ ഇതെന്തിനാപ്പം നമ്മളെ മുത്ര, എൻ്റെ സ്വഭാവം എന്താന്ന് എനിക്കല്ലേ അറിയൂ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാർ ആമീൻ പറയടോ. നിങ്ങൾ ഇത്രയും പേര് നോമ്പുകാരല്ലേ, 40 പേര് കൂടുതലില്ലേ, ഒരൊറ്റ ആമീൻ മതി ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ വഴുതു പറയുന്നത് നിങ്ങളെ നന്നാക്കാനാണോ? അല്ല. അതിന് പത്തനാപുരത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ല, മജീദ് വാക്കവി ഉണ്ടല്ലോ. ഈ ഇരിക്കണ എല്ലാ ഉസ്താദന്മാരും വഴുതു പറയുന്നവരല്ലേ, എന്നെക്കാളും അറിവുള്ളവർ. എനിക്കെന്തറിവ്? സുബൈർ ദാരിമീനി വെച്ചാൽ അറിയാം എൻ്റെ അറിവ് എന്താ. ഞങ്ങളൊക്കെ പഠിക്കേണ്ട കാലത്ത് എടോ ഞാൻ വഴുതു പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ വേണ്ടിയാ. ഞാനൊന്ന് നന്നാകാം. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. എന്നെക്കാളും നല്ലതുപോലെ ഇപ്പോൾ ഇവിടുത്തെ പുള്ളന്മാർ വഴുതു പറയും. കല്യാണ വീട്ടിൽ പണ്ട് പാട്ടാ പാടുന്നത്, ഇപ്പം എല്ലാം പ്രസംഗിക്കുക ചെയ്യുക. ഇപ്പം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കയറി റീൽസ് ഇടുന്ന ഉസ്താദന്മാരുടെ പ്രസംഗമല്ലേ. ഇരിക്കണ താത്താമാരൊക്കെ ജീവിതത്തിൽ നമ്മൾ കെട്ടനേക്കാളും വഴുത് അവർ കെട്ടുന്നുണ്ട്. മൊത്തവും വഴുത. ഇപ്പം അവർ വഴുതു പറയാറായി. പക്ഷെ മാറ്റമൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വഴുത് കേട്ടിട്ട് വല്ല മാറ്റം ഉണ്ടോ? നിങ്ങൾ വിചാരിക്കണത് ഞാൻ പറയുന്നത് വഴുത് ഈ രാവിലെ നേരം വെളുത്ത രാത്രി വരെ വഴുത. എൻ്റെ താത്താമാർ കേൾക്കണം. ഇന്നലെ കാസർഗോഡ് ടൗണിൽ കൂടെ പോകുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്ത് വഴുതാപ്പം അത് അല്ലേ. ഈ റമദാൻ മാസത്തിൽ പോലും ഈ നട്ടുച്ച വെയിലത്ത് പോലും എൻ്റെ സഹോദരിമാർ സുബ്ഹാനല്ലാഹ് നോമ്പുകാലമായിട്ട് ഞാൻ കോഴിക്കോട് രാമനാട്ടുകരയിൽ ഒരു വഴുതിന് പോയി. ഒരു ഉപ്പ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളാ വഴുത് പറയണ ഉസ്താദല്ലേ അത്? ഇപ്പം മോനെ ഉസ്താദെ ഒരു വസീയത്തുണ്ട്. അയാൾ എന്നോട് പറഞ്ഞൊരു വസീയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. സുബഹിക്ക് 4:30 പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി സുബഹി നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് കുറച്ച് ദിക്റും ദുആ ഒക്കെ പറഞ്ഞിട്ട് ഈ സാധു വീട്ടിലേക്ക് തിരിച്ചു വന്നു. നേരെ വീട്ടിൽ വന്നിട്ട് തൻ്റെ ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ ഒരു ഗ്ലാസ് ചായ തരാൻ, ഒരു ഗ്ലാസ് ചായ തരാൻ. ഭാര്യ പറഞ്ഞ മറുപടി, ഞാൻ മജ്ലിസിലിരിക്കുക, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തൻ്റെ ഭർത്താവ് പള്ളിയിൽ പോയി നിസ്കരിച്ച് വളരെ ക്ഷീണിതനായി വീട്ടിലേക്ക് കയറി വന്നിട്ട് ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോൾ ഭാര്യ പറയുക, ഞാൻ മജ്ലിസിലിരുന്ന് വഴുത് കേട്ടോണ്ടിരിക്കുകയെന്ന്. അതെന്ത് വഴുതാ താത്താമാരെ? ഞാൻ ചോദിക്കുന്നത് അത് എന്ത് വഴുതാ? നിന്റെ ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ നീ വഴുത് കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം നിങ്ങൾ നോക്കിക്കേ, എല്ലാവരും ഫർദയും ഹിജാബ് വിട്ട് അദബോടുകൂടി മര്യാദയോടുകൂടി നിങ്ങളിരുന്ന് വഴുത് കേൾക്കുന്നു. അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. എന്നാൽ വീട്ടിൽ ചെന്നാലോ അടുക്കളയിൽ ഈ പണ്ടാരങ്ങോട്ട് ഓണാക്കി വെക്കും. നിനക്ക് തലയിലും തുണിയില്ല, നീ ചോറ് വെക്കും, ചായ വെക്കും, കറി വെക്കും, വഴുത് നടന്നുകൊണ്ടിരിക്കും. അത് വഴുതല്ല, അത് ആ മജ്ലിസിലെ കളിയാക്കല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം ഇരുന്ന് കേൾക്കുന്ന പോലെയാണോ ഇവർ വീട്ടിൽ ഇരുന്ന് കേൾക്കുന്നത്? അത് എൻ്റെ വഴുതാണെങ്കിലും കേൾക്കരുത്, ആരുടെ വഴുതാണെങ്കിലും അത് നിനക്ക് സമാധാനത്തോടുകൂടി അദബും മര്യാദയോടുകൂടി ഇരുന്ന് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ കേട്ടാൽ മതി. എന്തിനാ ഇങ്ങനെ കേൾക്കണത്? താത്ത കേട്ടാൽ മാത്രം പോരാ, കേട്ടത് ചെയ്യണം. ഒരറിവ് പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിച്ച അറിവ് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ അള്ളാഹു അതിനുള്ളത് വേറെ കിട്ടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ, കേട്ടത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ആയുസ് കാലം മുഴുവനും ചെയ്യാനുള്ളത് കേട്ട് കഴിഞ്ഞു. പക്ഷെ ഇല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അയാൾ ഇങ്ങനെ വരണേ. ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താ? അള്ളാഹുവേ, ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞു ഒന്നും അല്ല കേട്ടാ, ഇനി അങ്ങനെ തരാനുള്ള സ്വർണം തരാതിരിക്കരുത് കേട്ടാ. ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേര് എന്നോട് ചൊടിയൊന്നും വേണ്ട. അൽഹംദുലില്ലാ, പെണ്ണുങ്ങൾ നിങ്ങളോടുള്ള വാശി കൊണ്ടുവന്ന് നിങ്ങൾ വിചാരിക്കും ഏത് ഉസ്താദന്മാർ വന്നാലും ഞങ്ങൾക്കിട്ട് ഇങ്ങനെ തെള്ളാറുണ്ട്. താത്ത നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട് അല്ല, ദേഷ്യമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രഭാഷകന്മാരാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയുന്നല്ലോ, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ നന്നാകണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ നന്നാകണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ നന്നായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും നന്നാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പെണ്ണ് നന്നായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബം നന്നാകും. പെണ്ണ് നല്ലവളായിരിക്കണം. വാപ്പ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവ് നല്ലവനാ, ഭാര്യ മോശക്കാരിയാണെങ്കിൽ ആ കുടുംബത്തിലെ മക്കളുടെ കാര്യം വളരെ ദയനീയമായ അവസ്ഥയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ഹാഫിളാണെങ്കിലും തങ്ങളാണെങ്കിലും നബിയാണെങ്കിലും അങ്ങനെ തന്നെ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. 950 വർഷം ദഅവത്ത് നടത്തിയ നബിയ മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. എത്ര വർഷം ദഅവത്ത് നടത്തി? 950 കൊല്ലം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പറഞ്ഞു നബി. ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ?
നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? പരമേശ്വര വിശ്വസോ? ഈ 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹി നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല. മോൻ ഈമാനില്ലാതെ മരിച്ചു പോകുന്നത് നൂഹി നബിക്ക് കാണേണ്ടി വന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നൂഹി നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്തവളായപ്പോൾ തന്റെ പൊന്നാര മകൻ ഈമാനില്ലാതെ മരിച്ചു പോകുന്ന ഒരവസ്ഥ നൂഹി നബിക്ക് കാണേണ്ടി വന്നു. നബിയല്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല, മക്കള് തലതിരിഞ്ഞു പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു പ്രവാചകന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥയോ? പെണ്ണ് നല്ലവളാണെങ്കിൽ അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. ഖുർആൻ. ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലാ അള്ളാഹുവെ ദീനുള്ള, അള്ളാഹുവിനെ ഭയമുള്ള മക്കൾ വളരുന്നത്. നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാ. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ പറയുന്നത്. അൽഹംദുലില്ലാ. ഇപ്പൊ മജീദ് ബക്കവി ഉസ്താദ് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫാദില കോഴ്സ് എന്നെ കണ്ടില്ലേ? ഇന്നത്തെ പെൺകുട്ടികളൊക്കെ നടക്കുന്ന കോലം. തലയിലെ തുണി ബാക്ക് സൈഡിലെ മുടിയുടെ മുകളിൽ ഇടാനുള്ളതാ, ചില കഴുത്തി ചുറ്റാനുള്ളതാ. ആ കാലഘട്ടത്തിലാണ് 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കൾ വഴിതെറ്റിപ്പോകുന്ന പ്രായം. ആ പ്രായത്തിലെ പെൺമക്കളെയാണ് അൽഹംദുലില്ലാ ഫാദില കോഴ്സ് എന്ന് പറഞ്ഞ 10ാം ക്ലാസ് വിജയിച്ച മക്കളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കേൾപ്പിക്കാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തുള്ള ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന ആ പൊന്നാര മക്കളെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാടിനും കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ സ്വാലിഹത്തായ മക്കളാക്കി നിങ്ങളുടെ പെൺമക്കളെ തിരിച്ചു തരാൻ അൽഹംദുലില്ലാ എത്രയോ സാഹചര്യവും എത്രയോ സ്ഥാപനങ്ങളും നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലല്ലേ ഉള്ളത്. ഉസ്താദ് പറഞ്ഞു, ഇന്ന് ഫാദില കോഴ്സിന്റെ അവസാന ദിവസമാണ്. എത്ര പേരാ നമ്മുടെ മക്കൾ നോക്കടോ. നമ്മുടെ ഇന്നത്തെ പെൺകുട്ടികളെ വെച്ച് നോക്കുമ്പോൾ കണ്ടപ്പം മനസ്സിന് വല്ലാത്ത ഒരു കുളിർമ. ആ ഫർദ ഇട്ടുകൊണ്ട്, ഹിജാബ് ഇട്ടുകൊണ്ട് 16ഉം 17ഉം വയസ്സുള്ള മക്കൾ നടക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയോ. എന്നാൽ നമ്മൾ ആ ടൗണിലേക്ക് ഇറങ്ങി നോക്കിക്കേ, എന്തിനാ ഈ മക്കാമിന്റെ മുമ്പിൽ വരുന്നവരെ കണ്ടു നോക്ക്. ആ കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു ആ മക്കൾക്ക് നാഫിയായ ഇൽമ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കൾക്ക് അള്ളാഹു നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ ഭർത്താവ് നന്നാകും, അവളുടെ മക്കൾ നന്നാകും, ആ വീട് നന്നാകും. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം തന്നെ നന്നാകാൻ കാരണമാകും. അതുകൊണ്ട് എൻ്റെ പെൺകുട്ടി എൻ്റെ ഉപ്പമാരോട് പറയുന്നു, അള്ളാഹു തന്നിരിക്കുന്ന സമ്മാനമാണ് മക്കൾ. ആ മക്കളെ കൊണ്ടുവന്ന് ധൈര്യമായിട്ട് അൽഹംദുലില്ലാ ഈ ഉസ്താദന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു നോക്ക്. ആ മക്കളെ സ്വാലിഹത്തായ മക്കളാക്കി അവർ നിങ്ങൾക്ക് തിരിച്ചു തരും. അള്ളാഹു നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ, അള്ളാഹു പെടുത്തുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉമർ തങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ചങ്ങാതി ഇങ്ങനെ നല്ലവനാണെന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഉമർ തങ്ങൾ വിചാരിച്ചിരുന്നത്. അതാ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ വലിയ അറിവാ. പണ്ടത്തെ കള്ളുകുടിയന്മാർക്ക് വരെ വലിയ ബോധം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കാ ഇല്ലാതെ പോയത്. വഴുത് കെട്ടിട്ട് മാറ്റമൊന്നുമില്ല. പണ്ട് നോക്കിയേ, ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് വീടിനകത്ത് നിന്ന് പാട്ട് പാടുകയാ. കള്ളു കുടിച്ചിട്ട് വീടിനകത്ത് നിന്ന് പാട്ട് പാടുകയാ. ഉമർ തങ്ങൾ വീടിനകത്തേക്ക് ചാടി കയറിപ്പോയി. ഈ മനുഷ്യൻ കള്ളുകുപ്പി കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ ആ കള്ളുകുടിയനായ മനുഷ്യൻ ഉമർ തങ്ങളോട് പറഞ്ഞു, അല്ല ഖലീഫ ഉമറേ, ശരി, ഞാൻ ചെയ്തത് തെറ്റാ, ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ, നീ 3 എണ്ണം ചെയ്തു. കള്ളുകുടിയൻ, അല്ലാഹുവേ, കള്ളുകുടിയൻ ഉമർ തങ്ങളോട് പറയാ, ഞാൻ കള്ളു കുടിച്ചു എന്ന് പറയുന്ന ഒരു പാപമേ ഞാൻ ചെയ്തുള്ളൂ, നീ 3 പാപം ചെയ്തു ഉമറേ. 1, എൻ്റെ വീടിന്റെ മതിൽ ചാടി നീ. 2, എൻ്റെ വീടിനകത്തേക്ക് ഒളിഞ്ഞു നോക്കി. 3, അനുവാദമില്ലാതെ എൻ്റെ വീടിനകത്ത് കയറി. നീ 3 പാപം ചെയ്തു, ഞാൻ 1 പാപം ചെയ്തു. കള്ളുകുടിയനും വിവരമുണ്ടായിരുന്നടോ. ഒരു വീട്ടിന്റെ ഒളിഞ്ഞു നോക്കാൻ പാടുണ്ടോ? പാടില്ല. അനുവാദം ചോദിക്കാതെ അകത്ത് കയറാൻ പാടുണ്ടോ? പാടില്ല. ഉമർ തങ്ങളോട് തിരിച്ച കള്ളുകുടിയൻ ചോദിക്കുക. പക്ഷെ ഇന്ന് ആ ബോധം ഇന്നത്തെ നമുക്കുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ഉമർ തങ്ങളെ കണ്ടപ്പോൾ ആ മനുഷ്യന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അല്ലാഹുവേ, ആ മനുഷ്യൻ അവിടെ നിന്ന് എന്ത് ചെയ്തെന്നറിയുമോ? നടന്നു വരുന്ന വഴിയിൽ 2 കണ്ണുമങ്ങടയ്ക്കുകയാണ്. 2 കണ്ണുമടച്ചിട്ട് കയ്യിൽ കള്ളും കുപ്പി പിടിച്ചിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, ചെയ്യുന്നത് പാപമാണ് തമ്പുരാനെ, ചെയ്യുന്നത് പാപമാണ് തമ്പുരാനെ, തെറ്റു സമ്മതിക്കുന്നു തമ്പുരാനെ. അല്ലാ, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ മരിക്കുന്ന കാലം വരെ ഞാൻ എൻ്റെ കൈ കൊണ്ടുപോലും കള്ളു തൊടില്ല അല്ലാ. ആ
മനുഷ്യനെ ഒറ്റപ്പറച്ചലാണ്, ചെയ്തത് പാപമാണ്, സമ്മതിക്കുന്ന തമ്പുരാന്. അല്ലാഹുവേ, ഇന്ന് ഖലീഫ ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇനി മരിക്കുന്ന കാലം വരെ ഞാൻ എന്റെ കൈ കൊണ്ട് പോലും തൊടില്ല അല്ലാ. പറഞ്ഞു തീരേണ്ട താമസം ഉമർ തങ്ങൾ ചോദിച്ചു, എവിടെ പോയി? ഇത് പറഞ്ഞങ്ങോട്ട് തീരുമ്പോ ഉമർ തങ്ങളുടെ മുമ്പിലെത്തി. ഉമർ തങ്ങൾ ചോദിച്ചു, ഹബീബ എവിടെ പോയി? എന്താ കയ്യിലുള്ളത്? ഒരൊറ്റ ചോദ്യം, എന്താ കയ്യിലുള്ളത്? ഈ മനുഷ്യൻ 2 കുപ്പി കള്ളാണ് കയ്യിലിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് സുറുക്കയാ, ഇത് സുറുക്കയാ. ഉമർ തങ്ങൾ വാങ്ങിച്ചിട്ട് തുറന്നു നോക്കി. ആ 2 കുപ്പി കള്ളും സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കടോ, എന്ത് ധൈര്യത്തിലായി ഈ മനുഷ്യൻ കള്ള് സുറുക്കയാണെന്ന് പറഞ്ഞത്? അവിടെ 2 പോയിന്റാ ഉള്ളത്. ഒന്ന്, ആ പറഞ്ഞതിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു, അതാണ് തൗബ. ആ പറഞ്ഞ വാക്കിൽ ചെയ്ത തെറ്റ് സമ്മതിച്ചു, ഇനി ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ഉറച്ച ഒരു തീരുമാനമുണ്ടായിരുന്നു. 2, 3, ആ മനുഷ്യൻ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചു, എൻ്റെ റബ്ബെന്നെ കൈവിടൂല. ആ 2 കുപ്പിയും ആ കുപ്പി കള്ള് സുറുക്കയെ മാറിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇതാണ് ഇഖ്ലാസ്. അള്ളാഹു നമുക്ക് ആ ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അള്ളാഹു ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അതിന് വലിയ ദുആവൊന്നും വേണമെന്നില്ല. ഇവിടെ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് മതി പാപം പൊറുക്കാൻ. ഈ ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. നിന്റെ ജീവിതത്തിൽ ചെയ്ത ഏതു പാപവും പൊറുക്കാൻ ഒരസ്തഗ്ഫിറുല്ലാഹ് മതി. പക്ഷെ നമ്മളോ ഇപ്പോഴും കയ്യിൽ തസ്ബീഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ആ അസ്തഗ്ഫിറുല്ലാഹ് അല്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളിപ്പോഴും കയ്യിൽ ഇങ്ങനെ മോതിരത്തിന് പകരം തസ്ബീഹ, ഇതിങ്ങനെ തസ്ബീഹ, ആ അസ്തഗ്ഫിറുല്ലാഹ് അല്ല. ആ പറയുന്ന വാക്ക് ഇഖ്ലാസോടുകൂടി പറയൂ. അല്ലാഹു നമുക്ക് ഇന്ന് തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ പാപം പൊറുക്കാനുള്ള മഗ്ഫിറത്ത് ലഭിക്കാനുള്ള ഒരു വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ കോപം മാറുമല്ലോ, അല്ലാഹുവിന്റെ കോപം മാറുമല്ലോ. ഇത്രയും പാപം ചെയ്തിട്ട് അല്ലാഹു നമ്മളോട് വല്ലാത്ത കോപത്തിലാണ്. റമളാൻ മാസമായിട്ട് പോലും തെറ്റു ചെയ്യുന്നത് കാരണം അല്ലാഹു വല്ലാത്ത ദേഷ്യത്തിലാ. ആ ദേഷ്യം മാറാനുള്ള വഴി എന്താണ്? നമ്മുടെ പാപം പൊറുക്കാനുള്ള വഴി എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, സദക്ക കൊടുത്താൽ അല്ലാഹു നമ്മുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊടുക്കേണ്ട മാസമാണ് റമളാൻ, സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ് റമളാൻ, അല്ലാഹു പ്രതിഫലം വാരിക്കോരി തരുന്ന മാസമാണ് റമളാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ നിർത്തിയവരാണ്. സദക്ക കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ടാണ് നിർത്തിയത്. അല്ലാഹു സദക്ക കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം മോനെ സമാധാനമുള്ള ജീവിതമാണ്, അല്ലാഹു സന്തോഷമുള്ള ജീവിതമാണ്. നിന്റെ വീട് സ്വർഗമാവുകയാണ്. പടച്ചവനെ, കാസർഗോഡിന്റെ പരിസരത്തു കോടികൾ കൊടുത്ത് ചെലവഴിച്ചു വീണ് പടിതിട്ട് ആ വീടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? സമാധാനമുണ്ടോ? സന്തോഷമുള്ള ജീവിതമുണ്ടോ? പടച്ചവനെ, ഡബിൾ കോട്ട് കട്ടിലും AC റൂമും നിനക്ക് സൗകര്യമായി ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ടും എന്തേ നിനക്ക് സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തത്? ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഉസ്താദേ, അല്ലാഹു എല്ലാം തന്നു. സമ്പത്തുള്ളവൻ പറയുകയാ, ഭാര്യയും മക്കളും വീടും കാറുമുള്ളവൻ പറയുകയാ, മരിക്കാൻ തോന്നുന്ന ഉസ്താദ്, മരിക്കാൻ തോന്നുന്ന ഉസ്താദ്. പല പ്രാവശ്യവും ചിന്തിച്ചു പോയതാണ് മരിക്കാൻ. ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം കാരണമാണ് ചെയ്യാത്തത്. പറയുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാനമുള്ള ജീവിതം വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജോലി വേണോ ചെറുപ്പക്കാരാ? മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ജോലി കൊടുത്തതിന്റെ ചരിത്രം പറഞ്ഞല്ലോ. സ്വാലിഹത്തായ ഭാര്യ അല്ലാഹു കൊടുത്തതിന്റെ ചരിത്രം പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹു ഖുർആനിൽ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞല്ലോ.
ഒരു വീടിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ വമൻ യൂക ശുഅ നഫ്സിഹി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ തൽഹയുടെ വീടിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ. എന്തിനാ പറഞ്ഞത്? ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അവര് വാപ്പയും ഉമ്മയും മകനും കൂടെ പട്ടിണി കിടന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യന് വിരുന്നൊരുക്കിയപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുകയാ. നബി തങ്ങൾ പറഞ്ഞു തൽഹ സുബ്ഹി വരെ തിരക്കായിരുന്നു തൽഹ. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? ഇനി അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? ഇവിടെ ഇരിക്കുന്നവരുടെ മുഴുവനും ജീവിതത്തിൽ ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം വേണമല്ലോ, ഈമാനുള്ള ഒരു മരണം വേണമല്ലോ. ഉസ്താദേ ദുആ ചെയ്യണം ഈമാനുള്ള മരണം കിട്ടാൻ. എല്ലാവരോടും പറയുകയാണ്, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമടോ. വഅദ് പറയുമ്പോഴാണോ, വഅദ് കേൾക്കുമ്പോഴാണോ, പോകുന്ന വഴിയിലാണോ, റോഡിലാണോ, ഹോസ്പിറ്റലിലാണോ, പടച്ചവനെ വീടിനകത്താണോ, അല്ലാഹുവിന്റെ പള്ളിക്കകത്താണോ, എവിടെ കിടന്നാണ് മരിക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. പക്ഷേ എവിടെ കിടന്നു മരിച്ചാലും എങ്ങനെ മരിക്കണമെന്നറിയുമോ? അല്ലാഹു പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. പെങ്ങളെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനെ കാണുമ്പോ റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നു. ആ റൂഹ് വലിച്ചെടുക്കുന്ന സമയം നീ നിന്റെ ജീവിതത്തിൽ അവസാനമായി പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. ഇത് പറയാതെ മരിക്കരുത്, ഇത് പറയാതെ മരിക്കരുത്. ഇത് അല്ലാഹ് പറഞ്ഞത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നീ പറയാറുണ്ട്, ഉസ്താദേ ഉമ്മ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചവനെ സംസം വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ എന്റെ ഉമ്മ മരിച്ചത്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ്. ഉപ്പാടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. പടച്ചവനെ എന്നും ആ മുഖം ഓർമ്മയുണ്ടെന്ന് പറയുന്ന മക്കളോട് എന്ത് ചെയ്തിട്ടാണെന്നറിയുവോ? നിന്റെ ഉമ്മാൻ അല്ലാഹു അത്രയും നല്ല ഒരു മരണം കൊടുത്തത്. എടോ, സ്വന്തം ഉമ്മ മരിച്ചെന്ന് പറഞ്ഞപ്പോ, സ്വന്തം വാപ്പ മരിച്ചെന്ന് പറയുമ്പോ ജോലി സ്ഥലത്തായിരുന്നു. പെട്ടെന്ന് ഫോൺ വരികയാണ്, വാപ്പ മരിച്ചെന്ന്, ഉമ്മ മരിച്ചെന്ന്. കൊച്ചുകുട്ടികളെ കരഞ്ഞുകൊണ്ട് പോകുന്നത് പോലെ റോഡിലൂടെ നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാ. വീട്ടിലേക്ക് ഓടിച്ചെല്ലുമ്പോ ജനങ്ങളൊക്കെ കൂടി നിൽക്കുകയാണ്, എല്ലാവരും കരയുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ കരയുന്നത് പോലെ നിലവിളിച്ചുകൊണ്ട് വലിച്ചു കിടക്കുന്ന വാപ്പാടെ റൂമിനകത്തേക്ക് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഉപ്പാടെ റൂമിനകത്ത് വല്ലാത്ത ഒരു സുഗന്ധമാ. മരിച്ചു കിടക്കുന്ന ഉപ്പയുടെ റൂമിനകത്തേക്ക്, ഉമ്മയുടെ റൂമിനകത്തേക്ക് ഓടിച്ചെന്നപ്പോ വല്ലാത്ത ഒരു സുഗന്ധം. ജീവിതത്തിൽ ഇങ്ങനെ ഒരു സുഗന്ധം അനുഭവിച്ചിട്ടില്ല. പടച്ചവനെ, മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖമങ്ങ് കാണുമ്പോ കണ്ണ് നിറയുകയാ. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. പടച്ചവനെ, ഉപ്പാടെ മുഖത്തെന്തോ പ്രകാശമാ. അല്ലാഹ്, ഉമ്മ
ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്, വാപ്പ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ മുഖത്തെ പ്രകാശം കണ്ടപ്പോ മക്കള് പോലും പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് അല്ലാഹു നല്ല മരണമാണ് കൊടുത്തത്, എന്റെ ഉമ്മായിക്ക് അല്ലാഹു നല്ല മരണമാണ് കൊടുത്തത്. എന്ത് ചെയ്തട്ടാ ചെറുപ്പക്കാരാ? മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ചില്ലേ? പാവങ്ങളെ സഹായിച്ചില്ലേ? യതീമീങ്ങളെ സഹായിച്ചില്ലേ? ഏത് വഅദിന് പോയാലും അല്ലാഹുവേ കൊടുത്തത് റബ്ബിന് കൊടുക്കുമായിരുന്നല്ലോ. പെങ്ങളെ, കോമഡി കണ്ടിട്ട് ചിരിച്ചതല്ല, നിങ്ങളെ കണ്ടിട്ട് ചിരിച്ചതല്ല. ആ മുഖത്ത് പ്രകാശം ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? വഅബ്സിറൂ ബിൽ ജന്നാ, അല്ലാഹുവിന്റെ സ്വർഗം കണ്ട സന്തോഷമാ. അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗമുണ്ടല്ലോ, ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം മലക്കുകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. കാണുമ്മ വഅബ്സിറൂ ബിൽ ജന്നാ. നിന്റെ വാപ്പയുണ്ടല്ലോ, പാവപ്പെട്ടവനാണെങ്കിലും കൂലിപ്പണി ചെയ്യുന്നവനാണെങ്കിലും പടച്ചവനെ അല്ലാഹു കൊടുത്തത് പാവങ്ങൾക്ക് കൊടുക്കുന്ന വാപ്പ, പള്ളികൾക്ക് കൊടുക്കുന്ന വാപ്പ. ആ വാപ്പ മരിക്കാൻ കിടന്നപ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ. എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ വാപ്പാ? എന്തിനാ സ്വീകരിക്കാൻ? നിങ്ങളുടെ റൂഹിനെ സ്വീകരിക്കാൻ. ഇത് കണ്ടോ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാണ്. ഇതിനകത്താണ് നിങ്ങളുടെ റൂഹ് പൊതിയുന്നത്, ഇതിനകത്താണ് നിങ്ങളുടെ റൂഹ് പൊതിയുന്നത്. അല്ലാഹു നിങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എന്തിനാ കരയുന്നത്? മരണവേദന താങ്ങാൻ പറ്റുന്നില്ലേ? വേദനിക്കുന്നോ വാപ്പാ? മലക്കുകൾ പറയുകയാ, കരയല്ലേ, കരയല്ലേ, നിങ്ങൾക്ക് ചിരിക്കാൻ ഞങ്ങളൊരു പ്രതിഫലം കാണിച്ചു തരട്ടെ. വഅബ്സിറൂ ബിൽ ജന്നാ. ഇത് നിങ്ങൾ കൊടുത്തതിന് അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. ഇതാണ് സ്വർഗ്ഗം. പെങ്ങള് വഅദിന്റെ മജ്ലിസിൽ പോയിട്ട് 50,000 രൂപ വിലയുള്ള സമയത്ത് നീ മോതിരം ഊരിക്കൊടുത്തിട്ട് അല്ലാഹുവോട് പറഞ്ഞു, നാഥാ ഒരു നല്ല മരണം തരണേ അല്ലാ എന്ന് പടച്ചവനോട് ചോദിച്ചില്ലേ? അതിന്റെ പ്രതിഫലം മരിക്കുന്ന സമയത്തും മലക്കുകൾ നിനക്ക് കാണിച്ചു തരികയാ. അതുകൊണ്ട് പടച്ചവനെ, പാവങ്ങളെ സഹായിച്ചാൽ, രോഗികളെ സഹായിച്ചാൽ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്താൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം മരണസമയത്ത് കാണാമുമ്മ. പെങ്ങളെ, നീ പറയുന്ന പ്രസവത്തിന് മരണവേദനയാണെന്ന്. ഒരിക്കലും മരണവേദന പ്രസവ വേദനയ്ക്കില്ല. ഒരിക്കലും പ്രസവത്തിന് മരണവേദനയില്ല. മരണവേദനയുടെ ഒരംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയുമോ? പടച്ചവനെ, നീ പ്രസവിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറും 3 നേഴ്സുമാണ് നിന്റെ കൈകാലുകൾ പിടിച്ചത്. അത് നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞല്ലോ. എന്നാലും 70 മുതൽ 70,000 മലക്കുകളാ. فكشفنا عنك غطاءك فبصرك اليوم حديد. നമ്മുടെ കണ്ണല്ലാഹു തുറക്കുകയാണ്. മലക്കുകളെ കാണുന്ന രംഗം. നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന ഒരു മലക്ക് നിന്റെ റൂഹ് വലിച്ചെടുക്കുമ്പോ 70,000 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതെന്ത് വേദനയാ ഉമ്മ, അത് എന്ത് വേദനയാ പെങ്ങളെ. പ്രസവ
വേദന മരണവേദനയുടെ ഒരു അംശമേ ഉള്ളൂ. അതുപോലും നിനക്ക് താങ്ങാൻ പറ്റിയില്ലല്ലോ. ആ സമയത്ത് പോലും നീ നിലവിളിച്ചല്ലോ, അല്ലാ അല്ലാ എന്ന് പറഞ്ഞ് കിടന്നുകൊണ്ട് നിലവിളിച്ചില്ലേ പെങ്ങള്? എങ്കിലും മരണത്തിന്റെ വേദന എത്ര വലുതാ മോള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ മരണസമയത്ത് അല്ലാഹു നിന്നോട് കരുണ കാണിക്കണോ? ആ സമയത്ത് അല്ലാഹു നമ്മളോട് കരുണ കാണിക്കണോ? ഒരു നല്ല മരണം വേണോ? സ്വർഗം കണ്ട് മരിക്കണോ? എന്റെ പ്രിയപ്പെട്ടവരെ, സദഖയിലൂടെ നമുക്ക് അങ്ങനെ ഒരു മരണം അല്ലാഹു തരികയാ.